ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ജീവനുള്ള ദൈവത്തിൻ്റെ ആലയമാകുന്ന സഭയിൽ നാം എങ്ങനെ നടക്കണം എന്നുള്ളതിനെക്കുറിച്ചാണ് കഴിഞ്ഞ ദിവസം തിമോഥെയോസിൻ്റെ ലേഖനത്തിൽ നിന്ന് ചിന്തിപ്പാൻ കർത്താവ് കൃപ നൽകിയത്. സഭയിൽ വരുന്ന ദൈവമക്കളുടെ ജീവിത നിലവാരം, അവരുടെ സ്വഭാവ രൂപീകരണം, ഇതിൽ പരിശുദ്ധാത്മാവ് വളരെ ശ്രദ്ധിക്കുന്നു എന്ന് നാം മനസ്സിലാക്കുക. സഭ രക്ഷിക്കപ്പെട്ടവരുടെ കൂട്ടമാണ്. സഭയിൽ വരുന്നവർക്ക് അവരെപ്രകാരം ജീവിക്കണം എന്നുള്ളതിനെക്കുറിച്ച് വ്യക്തമായ രൂപരേഖ ദൈവത്തിൻ്റെ ആത്മാവ് നൽകാറുണ്ട്. ആരുമായിട്ട് കൂട്ടുകൂടണം, ആരോടൊക്കെ കൂട്ടായ്മ ആചരിക്കാം, ആരെയൊക്കെ അകറ്റി നിർത്തണം, എന്നിത്യാദി കാര്യങ്ങളൊക്കെ പരിശുദ്ധാത്മാവ് സഭയെ ബോധ്യമാക്കി കൊടുത്ത ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. എല്ലാവരോടും കൂട്ടായ്മ ആചരിപ്പാൻ അനുവാദമില്ലായിരുന്നു. സഭയാം ദൈവാലയത്തിൽ അങ്ങനെയൊക്കെ ആയിരുന്നു നടക്കേണ്ടത്. അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 5-ാം അധ്യായം 11-ാമത്തെ വാക്യത്തിൽ സഹോദരൻ എന്ന് പേർപ്പെട്ട ഒരുവൻ ദുർനടപ്പുകാരനോ അത്യാഗ്രഹിയോ വിഗ്രഹാരാധിയോ വാവിഷ്ണക്കാരനോ മദ്യപനോ പിടിച്ചുപറിക്കാരനോ ആകുന്നു എങ്കിൽ അവനോട് സംസർഗം അരുത്, അങ്ങനെയുള്ളവനോട് കൂടെ ഭക്ഷണം കഴിക്കപ്പോലും അരുത് എന്നത്രേ ഞാൻ നിങ്ങൾക്ക് എഴുതിയത്. പുറത്തുള്ളവരെ വിധിപ്പാൻ എനിക്ക് എന്ത് കാര്യം? നിങ്ങൾ അകത്തുള്ളവരെ അല്ലയോ വിധിക്കുന്നത്? വളരെ കർശനമായ ഒരു നിലപാടാണ് പൗലോസ് ചില വിഷയങ്ങളിൽ എടുത്തിരുന്നത്. മുഖപക്ഷം നോക്കുന്നില്ല, മുഖം നോക്കുന്നില്ല, കോംപ്രമൈസ് ചെയ്യുന്നില്ല. പണക്കാരൻ പാപം ചെയ്താലും പാവപ്പെട്ടവൻ പാപം ചെയ്താലും അവരെ തർജ്ജനം ചെയ്യുന്ന കാര്യത്തിൽ പൗലോസ് എപ്പോഴും പരിശുദ്ധാത്മാവിൽ ആശ്രയിച്ചിരുന്നു. കാരണം സഭ വിശുദ്ധമാണെന്നും ജീവനുള്ള ദൈവത്തിൻ്റെ സഭയാണെന്നും ബോധ്യപ്പെട്ട പൗലോസ് ആ സഭയിൽ നടക്കേണ്ടതുപോലെ നടക്കണം എന്ന് വളരെ നിഷ്കർഷ വെച്ചിരുന്ന ഒരു ദൈവദാസനാണ്. കൊരിന്ത്യർക്ക് പൗലോസ് ലേഖനം എഴുതുമ്പോൾ നമ്മൾ വായിച്ച വേദഭാഗത്തിൻ്റെ അർത്ഥം ഇതാണ്: ഞാൻ ക്രിസ്തുവിൽ ഒരു സഹോദരനാണെന്ന് പറയുകയും അപ്പോൾ തന്നെ ലൈംഗികമായ പാപങ്ങൾ ചെയ്യുകയും സ്വാർത്ഥനായി ജീവിക്കുകയും വിഗ്രഹങ്ങളെ ആരാധിക്കുകയും ആളുകളെ ചീത്ത പറയുകയും കുടിച്ച് മത്തരാവുകയും ആളുകളെ വഞ്ചിക്കുകയും ചെയ്യുന്നു എങ്കിൽ അവനുമായിട്ട് ഒരു കാരണവശാലും കൂട്ടായ്മ അരുത്, അവരോടൊപ്പം ഭക്ഷിക്കുക പോലും ചെയ്യരുത്. പൗലോസ് ഇതായിരുന്നു കൊരിന്ത്യയിലെ സഭയെ പഠിപ്പിച്ചിരുന്നത്. സഭയുടെ ഭാഗം അല്ലാത്തവരെ വിധിക്കുക പൗലോസിൻ്റെ കർത്തവ്യമല്ലായിരുന്നു. ദൈവം അവരെ വിധിക്കും എന്നുള്ളതാണ് പൗലോസിൻ്റെ കാഴ്ചപ്പാട്. എന്നാൽ സഭയിൽ വരുന്നവരെ തീർച്ചയായിട്ടും വിവേചിച്ചുകൊണ്ട് അവർ മാനസാന്തര അനുഭവത്തിലേക്ക് വരണം എന്നായിരുന്നു പൗലോസ് അപ്പോസ്തലൻ ആഗ്രഹിച്ചത്. സഭ വിശുദ്ധമായിരിക്കണം. അസാരം പുളിമാവ് പിണ്ടം മുഴുവൻ പുളിപ്പിക്കും എന്ന് കർത്താവ് പറഞ്ഞ വചനം അപ്പോസ്തലന്മാർ ഏറ്റെടുത്തിരുന്നു. അല്പം പുളിമാവ് പിണ്ടം മുഴുവൻ പുളിപ്പിക്കും. അതുകൊണ്ട് ആരെയൊക്കെ അകറ്റി നിർത്തണം, ആരെയൊക്കെ ചേർത്ത് പിടിക്കണം എന്നുള്ളതിനെക്കുറിച്ച് സഭയ്ക്ക് വ്യക്തമായ ഒരു രൂപരേഖ 1-ാം നൂറ്റാണ്ടിലുണ്ടായിരുന്നു. സംസർഗം പാടില്ല എന്ന് പറഞ്ഞിരിക്കുന്നത് ദുർനടപ്പുകാരെയാണ്. എന്നാൽ ഇന്ന് എല്ലാം കോംപ്രമൈസിൽ ഒതുങ്ങിപ്പോവുകയാണ്. വാസ്തവത്തിൽ കൂട്ടായ്മ പാടില്ല, ഭക്ഷണം ഒരുമിച്ച് കഴിക്കാൻ പാടില്ല എന്നൊക്കെ ദൈവത്തിൻ്റെ വചനം വിലക്കിയിരിക്കുന്ന വ്യക്തികളുമായിട്ടല്ലേ പലപ്പോഴും ഒരുമിച്ച് 5 സ്റ്റാർ ഹോട്ടലുകളിൽ ഭക്ഷണം കഴിക്കുവാൻ പോകുന്നത്. ഉപദേശത്തിൻ്റെ മുമ്പിൽ
പലപ്പോഴും ആളുകൾ ഉരുണ്ട് കളിക്കുകയാണ്. പാപം ചെയ്തവനെ പ്രസാദിപ്പിക്കുവാൻ ചക്കരവാക്കും മുഖസ്തുതിയും ഒക്കെ പറഞ്ഞ് കയ്യടി നേടുവാൻ ശ്രമിക്കുമ്പോൾ മനസാക്ഷിക്ക് എത്രമാത്രം വേദന ഉണ്ടാകുന്നു എന്നുള്ളത് ചിന്തിച്ചിട്ടില്ലേ? സഭയുടെ പ്രമാണങ്ങൾ ഒരു വ്യക്തി അറിഞ്ഞിട്ട് മനഃപൂർവ്വം അനുസരിക്കാതെ പ്രമാണികൾ ചിരിക്കുന്നുവെങ്കിൽ പുറജാതിക്കാരനും ചുങ്കക്കാരനും എന്ന പോലെ ഇരിക്കട്ടെ എന്ന് കർത്താവ് നേരിട്ട് പറഞ്ഞിട്ടുള്ളത് നാം ഒരിക്കലും മറന്നു പോകരുത്. പുറജാതിക്കാരനെ പോലെയും ചുങ്കക്കാരനെ പോലെയും കൂടെ ശാസന കേട്ടിട്ടും അനുസരിക്കാത്ത ആളുകളോട് വർത്തിക്കണം എന്ന് തിരുവെഴുത്ത് പറയുമ്പോൾ അവർ സഭയ്ക്കകത്തെ ഉപദേഷ്ടാക്കളാകുന്നത് എത്രയോ ദൗർഭാഗ്യമാണ്. പാപം ചെയ്യുന്നവരെ ശേഷമുള്ളവർക്ക് ഭയത്തിനായി എല്ലാവരും കേൾക്കെ ശാസിക്കണം എന്ന വചനം പറയുമ്പോൾ അവനെ വെള്ളപൂശുന്ന നിലപാടുകൾ ആളുകൾ സ്വീകരിച്ചാൽ എന്താണ് പറയുക? നാം കരയേണ്ട സമയമായിരിക്കുന്നു. നാം മനുഷ്യപുത്രന് മുമ്പിൽ നിൽപ്പാൻ പ്രാപ്തരാകേണ്ടതിന് ഉണർന്നും പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കണം. നമ്മെ തന്നെ ദൈവഭയത്തിൽ നാം സൂക്ഷിക്കണം. വീഴാതെ വണ്ണം നമ്മെ സൂക്ഷിച്ച് കളങ്കമില്ലാത്തവരായി നിർത്തുവാൻ കഴിവുള്ള ദൈവത്തിൻ്റെ കരങ്ങളിൽ നിരന്തരം നമ്മെ സമർപ്പിക്കണം. ഭയത്തോടെ നമുക്ക് ദൈവത്തെ സേവിക്കാം. ജീവനുള്ള ദൈവത്തിൻ്റെ സഭയാകുന്ന ആലയത്തിൽ വിശുദ്ധിയോടും ഭയത്തോടും കൂടെ സേവിപ്പാൻ നമ്മെ സമർപ്പിക്കാം. കർത്താവേ, അങ്ങയുടെ വചനത്തിനായി സ്തോത്രം. വചനം കേൾക്കുന്ന എല്ലാവരും അനുഗ്രഹിക്കപ്പെടട്ടെ. ക്രിസ്തുയേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ.